ഇനി തന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എല്ലാവരെയും പെരുന്നാൾ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. നമുക്ക് പാക്ക് ഇടാം. പാക്ക് ഇട്ട് നമുക്ക് ഉണങ്ങി കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ പോകും. അതുപോലെ തന്നെ ബോധമില്ലാതാണ് നിങ്ങൾ എന്നെ കണ്ടത്. അതിനുശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാനൊന്നുമില്ല, ഒന്നും എടുത്തിട്ട് നിൽക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് തന്നെ മിണുങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. ഞാൻ ഒരു ചപ്പാത്തി ലവറാണ്. ആരെങ്കിലും ചപ്പാത്തി ലവറാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നലെ കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാതെ ആ തിരക്കിൽ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കുറേ സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. ടെൻസിലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ മാത്രമേ നമ്മൾ എന്താ ഇട്ടുള്ളൂ, മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഫോട്ടോ ഷൂട്ടിംഗ് ആയിരുന്നു. രാവിലെ നമ്മൾ ഫ്രണ്ട്സും കസിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ഞങ്ങളുടെ കൊച്ചാടെ വീട്ടിലാണ് ഇന്ന് പെരുന്നാളിലെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്നിടിക്കോടിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ പറയുമോ പേരുണ്ടാ. നാളായിട്ട് വണ്ടി കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം. അതിനുശേഷം തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ മുന്നേ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. വേണ്ട എന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ പുറത്ത് ബീച്ചിലാണ് പോയത്. ബീച്ചിലാണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ അടിപൊളി പരിപാടി. കുറെ നാൾക്ക് ശേഷമാണ് ബീച്ചിൽ ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടി വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പാട്ട് കേൾക്കാൻ വേണ്ടി ആദ്യം തന്നെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ഗുൽക്കണ്ട് കഴിക്കാൻ നമ്മൾ എവിടെയും പോകത്തില്ല. അങ്ങനെ നമ്മൾ ഗുൽക്കണ്ട് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമുക്കുണ്ടായ പരിപാടിയാണ് ഇത്. നമ്മൾ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതായിരുന്നു. നമ്മൾ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പെരുന്നാളാണ് ഓൾമോസ്റ്റ് എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.